ഇന്നത്തെ വീഡിയോ പെരുന്നാൾ വിശേഷങ്ങളാട്ടോ. തലേന്ന് രാത്രി 12 മണിയെങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലെത്തിയപ്പം നാളത്തേക്കുള്ള പണികൾ കുറെ തീർക്കാനുണ്ട്. എന്നിട്ട് വേഗം ഒരു ചായ ഉണ്ടാക്കി, ബന്നും ഉണ്ടായിരുന്നു, അതും കൂടി ചായ കുടിച്ച് എന്നിട്ട് പെരുന്നാൾ നിസ്കാരത്തിന് പോകാനുള്ള പുതിയ ഡ്രസ്സ് എടുത്ത് അയൺ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടോ. അപ്പോഴേക്കും ഫവാസ് വന്ന് തക്കാളിയും സവാളയൊക്കെ കട്ട് ചെയ്യൽ തുടങ്ങിക്കിട്ടോ. ഇനി നമുക്ക് രാവിലത്തേക്കുള്ള ബീഫ് കറി ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ വെളിച്ചെണ്ണയിൽ ഉലുവ പിടിച്ച് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളിയൊക്കെ ഒന്ന് വയറ്റിയെടുത്തിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് ഇളക്കി നല്ലോണം ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഇറച്ചി മൊത്തമായിട്ട് മസാലയൊക്കെ ഇട്ട് കുറച്ച് വെള്ളവും വെച്ച് അവിടെ മൂടി വെച്ച് ഇനി ഒരു 5 വിസിലടുപ്പിച്ചെടുക്കണം. അങ്ങനെ ചിക്കൻ പൊരിക്കാനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് വെള്ളം വെച്ച് നല്ലോണം അടിച്ച് പേസ്റ്റ് ആക്കി ഒരു പാത്രത്തിലേക്ക് വെച്ച് എന്നിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, കുറച്ച് കോണ്ട പൗഡർ ഇട്ട് കൈകൊണ്ട് നല്ലോണം കുഴച്ച് റെഡിയാക്കി എടുത്ത് എന്നിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കുഴച്ച് റെഡിയാക്കിയ ശേഷം മൂടി വെച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടോ. ഇതൊക്കെ ഇന്ന് തന്നെ റെഡിയാക്കി വെച്ചാലേ നാളെ പള്ളിയിൽ പോയി വന്നിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇനി ബിരിയാണിക്കുള്ള മസാല കൂടി റെഡിയാക്കി വെച്ചാൽ നമ്മൾ ഇന്നത്തെ പണി കഴിഞ്ഞ്. ചെമ്പിലേക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, മല്ലിച്ചപ്പ്, പുതിന, തൈര്, ബിരിയാണി മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൈകൊണ്ട് നല്ലോണം കുഴച്ച് റെഡിയാക്കിയ ശേഷം ചിക്കനും അതിലേക്ക് ഇട്ട് ഒന്നുകൂടി കുഴച്ച് റെഡിയാക്കി മൂടി വെച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിട്ട് ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം കുരുമുളക് പൊടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേവിച്ച കറി അതിലേക്ക് വെച്ച് കുറച്ച് മല്ലിച്ചപ്പൂട്ട് അവിടെ മൂടി വെച്ച് അങ്ങനെ രാവിലത്തേക്കുള്ള കറിയും റെഡിയായി. നിസ്കാരത്തിന് പോകാനുള്ള സമയം ഇപ്പൊ വേഗം പോയി കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പള്ളിയിലേക്ക് പോവാട്ടോ. അങ്ങനെ പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് റൂമിലേക്ക് തന്നെ വന്ന് അങ്ങനെ കറി ഒന്ന് ചൂടാക്കി എടുത്ത് എന്നിട്ട് ഒരു ചായ ഉണ്ടാക്കി. വരുമ്പോ പൊറാട്ടയും നൂൽപുട്ടും ഒക്കെ വാങ്ങിയിട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പോയി ഒരു ഉറക്കൊക്കെ ഉറങ്ങി പള്ളിയിൽ പോകാനപ്പം വീണ്ടും എണീറ്റ് ജുമാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അതിനിടയ്ക്ക് എപ്പോഴോ ഒരു മഴയൊക്കെ പെയ്തേക്കണേ, റോട്ടിൽ മൊത്തം വെള്ളമാണ്. അങ്ങനെ പോയി ജുമയൊക്കെ നിസ്കരിച്ച് വീണ്ടും റൂമിലേക്ക് തന്നെ വന്ന് റെഡിയാക്കി വെച്ച മസാലയെ കുറച്ച് ഓയിൽ വെച്ച് അടുപ്പത്തേക്ക് വേവിക്കാൻ വെച്ച് അത് വെന്ത് വരുമ്പോഴേക്കും മസാലാക്കി വെച്ച ചിക്കൻ മൊത്തമായിട്ട് ഒന്ന് പൊരിച്ചെടുത്ത് അപ്പോഴേക്കും മസാല വെന്ത് റെഡി ആയിക്കിന്. എന്നിട്ട് വേഗം നെയ്ച്ചോറ് വെച്ച് മസാലയൊക്കെ മൊത്തമായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പൊരിച്ച് വെച്ച സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് ഗരം മസാല ഇട്ട് അവിടെ ദമ്മിൽ വെച്ചിട്ടോ. ഒരു മണിക്കൂറിന് ശേഷം മേശമ കൊണ്ടുപോയി വെച്ച് ദമ്മൊക്കെ പൊട്ടിച്ച് ഞങ്ങളെ ഗസ്റ്റായ ബദ്രുഖാന്റെ ഒപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ടോ. സംഭവം അടിപൊളി. പിന്നെ വീഡിയോ കാണുമ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.